ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ മൂകാംബിയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ട് ഇപ്പോൾ മുരുടേശ്വരം എത്തിയിരിക്കുകയാണ് കേട്ടോ. മുരുടേശ്വരമായി കാണുന്നത്. മുരുടേശ്വരത്തെ വിശേഷങ്ങളുമായിട്ട് വരാം. ഇനി നമുക്ക് എന്താണ് ഇവിടുത്തെ ഐതിഹ്യം, ചരിത്രം നോക്കാം. കർണാടകയിലെ UK ഡിസ്ട്രിക്ട്, അതായത് ഉത്തര കന്നഡയിലുള്ള മുരുടേശ്വരം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ഈ മുരുടേശ്വരം ക്ഷേത്രം. അറബിക്കടലിന് സമീപമുള്ള കന്തുകഗിരി എന്ന ചെറിയ കുന്നിന് മുകളിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം. മുരുടേശ്വരൻ എന്നറിയപ്പെടുന്ന ശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. ക്ഷേത്ര സമീപത്തായി പണി കഴിപ്പിച്ചിട്ടുള്ള 123 അടി, ഏകദേശം 37 മീറ്റർ ഉയരമുള്ള ശിവപ്രതിമയാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം. ആ ശിവപ്രതിമയ്ക്ക് ലോകത്തിലെ ഉയരമേറിയ ശിവരൂപങ്ങളിൽ വെച്ച് 2ാം സ്ഥാനമാണ് ഉള്ളത്. ആധുനിക കാല ചരിത്രം നോക്കുകയാണെങ്കിൽ, അതായത് 3 പതിറ്റാണ്ട് മുമ്പ് RR ഷെട്ടി, രാമനാഗപ്പ ഷെട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്, എന്ന ധനികനായ വ്യവസായിയുടെ ശ്രദ്ധ പതിയുന്നതോടെയാണ് മുരുടേശ്വര ക്ഷേത്രത്തിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയും ചരിത്രത്തിൽ ഒരു പുതുയുഗം പിറക്കുന്നത്. തദ്ദേശവാസിയും ക്ഷേത്രവുമായി മുൻപ് തന്നെ ആത്മബന്ധമുണ്ടായിരുന്നയാളും നിർമ്മാണ രംഗത്തെ പ്രമുഖനുമായ ഇദ്ദേഹം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കുവാൻ തീരുമാനിച്ചു. SK ആചാരി എന്ന ശില്പിയുടെ മേൽനോട്ടത്തിൽ 1977 പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പിന്നീട് പത്മാസനത്തിൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ചതുർബാഹുവായ പരമശിവൻ്റെ കൂറ്റൻ ശില്പവും
20 നിലകളുള്ള രാജഗോപുരവും ഷെട്ടി തന്നെ മുൻകൈയെടുത്ത് പണിയിപ്പിച്ചു. 123 അടി ഉയരമുള്ള ശിവന്റെ ശില്പം ഷിമോഗ സ്വദേശിയായ കാശിനാഥൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ശില്പികൾ കോൺക്രീറ്റിൽ തീർത്തതാണ്. 249 അടി ഉയരമുള്ള രാജഗോപുരം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോപുരമാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ശില്പികൾ നിർമ്മിച്ച ഈ ഗോപുരത്തിൻ്റെ കവാടത്തിൽ 2 ഗജവീരന്മാരുടെ ശില്പങ്ങളുണ്ട്. ഈ ശില്പങ്ങൾക്ക് പുറമെ ഗീതോപദേശം, 7 കുതിരകളെ പൂട്ടിയ രഥത്തിലേറിയ സൂര്യഭഗവാൻ തുടങ്ങിയ ശില്പങ്ങളും ഇന്ന് മുരുഡേശ്വര ക്ഷേത്ര പരിസരത്ത് ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ എങ്ങനെ എത്തിച്ചേരാം എന്നുള്ള വഴികൾ നോക്കാം. മംഗലാപുരത്ത് നിന്നും 156 കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ചാൽ മുരുഡേശ്വരത്ത് എത്തിച്ചേരാൻ പറ്റും. മംഗലാപുരം ഗോവ നാഷണൽ ഹൈവേ 66-ൽ കൈകിനി ബസ്തി ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്റർ ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് മുരുഡേശ്വരത്ത് എത്താൻ പറ്റും. ഇവിടെ തൊട്ടടുത്ത് മുരുഡേശ്വരത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട്. 2.5 കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം. തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്ന നേത്രാവതി എക്സ്പ്രസ് 16346 നമ്പർ രാത്രി 1:54 ഇവിടെ എത്തിച്ചേരും. മംഗലാപുരത്തു നിന്നും മറ്റ് 3 ട്രെയിനുണ്ട്. രാവിലെ 5:30 അത് 9:20 ഇവിടെ എത്തിച്ചേരും രാവിലെ. രണ്ടാമത്തെ ട്രെയിൻ രാവിലെ 8:40 അത് 12:55 ഉച്ചയ്ക്ക് എത്തിച്ചേരും. ആ ട്രെയിന് വരാതിരിക്കുന്നതെന്നുള്ളത് ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഉച്ചയെല്ലാം അടച്ചിരിക്കും. അടുത്ത 3ാമത്തെ ട്രെയിന് 2:20 മംഗലാപുരത്ത് നിന്ന് പുറപ്പെടും. അത് വൈകുന്നേരം 5:10 ഇവിടെ എത്തും. അത് നല്ല ടൈമിംഗ് ആണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മുരുഡേശ്വരം ക്യാബിനകത്താണ് ഉള്ളത്. ഇവിടെ രാമായണം കഥകളാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാം. ഇനി കൊല്ലൂർ മൂകാംബിക വഴി കറങ്ങിയിട്ട് വരുന്നവരാണെങ്കിൽ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഒരു 60-65 കിലോമീറ്റർ ദൂരമാണ്. നല്ല അടിപൊളി റോഡാണ്. ധൈര്യമായിട്ട് റോഡ് വഴി വരാൻ പറ്റും. ഇത് ഇവിടെ ക്ഷേത്രത്തിന് ശിവൻ്റെ പ്രതിമയ്ക്ക് താഴെയായിട്ടുള്ള കേവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് കാണാനുള്ള മനോഹര ദൃശ്യങ്ങളാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കാണാം.
വളരെ മനോഹരമായാണ് ഇതൊക്കെ ശില്പങ്ങളൊക്കെ ഒരു കഥാരൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ക്ഷേത്രത്തിലുപരി ഈ ഏരിയ ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടെയാണ്, അത് പ്രത്യേകം പറയണം. അപ്പോൾ ഇവിടെ നിറയെ വിദേശികളും സ്വദേശികളും ഒരുപാട് ടൂറിസ്റ്റുകൾ ദിവസവും വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് പേർ വന്നു പോകുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് റിസ്ട്രിക്ഷൻ ഒന്നും തന്നെയില്ല. നിങ്ങൾക്ക് ക്യാമറ, വീഡിയോ ഒന്നിനും ആരും ഒരു തടസ്സവുമില്ല. ചാർജ് ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ഈ ടവറിന് മുകളിൽ കയറാനും അതുപോലെ തന്നെ കേബിനകത്ത് കയറാനും നിസ്സാര പൈസ 20 രൂപ 30 രൂപ അതുപോലുള്ള ടിക്കറ്റുകളാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫാമിലികളായിട്ട് വരുവാണെങ്കിൽ മനോഹരമായ കടൽ തീരത്ത് നമുക്ക് കുളിക്കുകയോ ബോട്ടിങ് ചെയ്യാം. സ്കൂബ ഡൈവിങ് ഫെസിലിറ്റി ഉണ്ട്, ഒട്ടകങ്ങളുണ്ട്, അങ്ങനെ കുതിര സവാരി, എല്ലാ ഫെസിലിറ്റികളും ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഹൈ ക്വാളിറ്റി വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഹോട്ടലുകൾ ഇവിടെ മുന്നിൽ തന്നെ ഉണ്ട്. നമ്മളൊക്കെ അവിടെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റാണ്, നല്ല വൃത്തിയും നല്ല രുചിയോടും കൂടിയുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെയൊക്കെ ഉണ്ടാക്കുന്നത്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് മനോഹരമായി സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ വരുന്നവർ തീർച്ചയായിട്ടും കുടുംബസമേതം വന്ന് എല്ലാം കണ്ട് ആസ്വദിച്ച് പോകാനാണ് പറയാനുള്ളത്. നമ്മൾ മുരുടേശ്വരം ബീച്ചിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മുരുടേശ്വരം അമ്പലം പരിപാടികളൊക്കെ നമ്മൾ കണ്ടു. ഇനി കുറച്ച് വിനോദമാവാം. ഒട്ടകമുണ്ട്, കുതിരയുണ്ട്, വെറൈറ്റി ഫുഡ് കടകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. പക്ഷേ ജനങ്ങൾ റെഡിയായി. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുണ്ട്, പക്ഷേ അഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കയറുന്നില്ലെന്ന് തോന്നുന്നു. വേലിയിറക്കായതുകൊണ്ട് കടലങ്ങ് ദൂരമാണ്. സുഖമായിട്ട് ഒരുപാട് ദൂരം വരെ പോകാം. ക്ലിയർ വെള്ളം അത് പോയി. ഇവിടെ ഒരു സ്കൂബ ഡൈവിങ് ടീം റെഡി ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല. അവിടെ നിന്ന് കിറ്റുണ്ട്, പക്ഷേ ഇതിപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ചാടേണ്ട ടൈമിംഗ് അല്ല. അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ വാട്ടർ പ്രൂഫിൻ്റെ നമുക്ക് ഗോപ്രോ ഇതൊക്കെ വേണമായിരുന്നു. ഈ മൊബൈലും കൊണ്ട് മുങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കഥ വീഴും. വെള്ളം കയറി വരുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ അലർട്ട് വാണിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സൗണ്ട് കേട്ടോ. രാവിലെ തൊട്ടേ ജനങ്ങൾ എൻജോയ് ആണ്. ഞായറാഴ്ച അടിച്ച് പൊളിക്കാൻ തന്നെ തീരുമാനിക്കുന്നത്. നമ്മളിവിടെയൊക്കെ ഒരു 6:30 എത്തി. അപ്പോഴേ ഇവിടെ ജനങ്ങളായി. അല്ല പിന്നെ കുളിയാണ്. അപ്പോൾ വൈകുന്നേരം എന്തായിരിക്കും അല്ലേ? കുതിര ഒട്ടക സഫാരി, ഒട്ടകമേ. ഇതിൻ്റെ മുകളിൽ കയറി നടക്കണോ? പാവം ഇങ്ങനെ നിൽക്കണം. അതിൻ്റെ വായൊക്കെ വരിഞ്ഞ് കെട്ടി. രണ്ടുപേരെന്തോ ചെയ്യുന്ന നിൽക്കണം.
വേലിയേറ്റാകുമ്പോഴേക്ക് ആ ഹോട്ടൽ കണ്ടോ, നവീൻ ബീച്ച് റെസ്റ്റോറൻറ്റ് കണ്ടോ, അതിൻ്റെ ആ കാല് നാട്ടിൽ മൊത്തം വെള്ളത്തിനകത്താണ്, കടലില്ല. ഇപ്പോൾ അത്രയും വലിയ ഇറക്കമാണ്, എല്ലാം ഇറങ്ങിയിരിക്കുകയാണ്. ഈ നിർമ്മാണ പ്രവർത്തനം കണ്ടോ, മുക്കാൽ ഭാഗം കടലിലാണ്, മുക്കാൽ ഭാഗം കടലിലാണ്. നമ്മുടെ നാട്ടിലാണെങ്കിലോ ഒന്നും നടക്കില്ല. ടൂറിസം എങ്ങനെ ഡെവലപ്പ് ആകുന്നു കണ്ടോ, കടലിലാണ് പില്ലറടിച്ചിട്ട് അവിടെ ആ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് മൊത്തം വെള്ളത്തിൽ, ഗ്രൗണ്ട് ഫ്ലോർ ആ പില്ലർ മൊത്തം വെള്ളത്തിൽ ലെവലിലേക്ക് വരും വൈകുന്നേരം ആകുമ്പോഴേക്ക്, വേലിയേറ്റാകുമ്പോഴേക്ക്. മൂകാംബികയിൽ നിന്ന് നമുക്ക് ഈ മുരുടേശ്വരത്തേക്ക് 60 കിലോമീറ്ററാണ്. റോഡെന്ന് പറഞ്ഞാൽ റോഡാണ് കേട്ടോ, ചെറിയ റോഡാണ്, എന്നാലും നല്ല സൂപ്പർ ഫിനിഷിങ് റോഡാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പറന്ന് വരാം, അടിപൊളി റോഡാണ്. പാർക്കിംഗ് സൗകര്യമുണ്ട്, 40 രൂപയാണ്. പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, ലഗേജ് റൂമുണ്ട്, ക്ലോക്ക് റൂം, ചെരുപ്പ് സ്റ്റാൻഡുണ്ട്, 5 രൂപ. ഈ ടവറിന് മുകളിൽ കയറാൻ 20 രൂപ ഒരാൾക്ക്, കുട്ടികൾക്ക് 10 രൂപ. കേവിനകത്ത് കയറാൻ 20 രൂപ ഒരാൾക്ക്. ബാക്കി ഭക്ഷണം, റെസ്റ്റ് റൂം, സുവനീർ ഷോപ്പുകൾ, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. വാഹനമുണ്ട്, ടാക്സി സ്റ്റാൻഡുണ്ട്, മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്. ഭക്തിയുള്ളവർക്കും ഭക്തിയില്ലാത്തവർക്കും അന്യ ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും വരാം കേട്ടോ. എല്ലായിടത്തും മൊബൈൽ, എല്ലാ ക്ഷേത്രത്തിനകത്തും പുറത്തും മൊത്തം മൊബൈലോ ക്യാമറയോ എല്ലാം പെർമിഷനാണ്. അതിന് പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. എങ്ങനെ വേണം ഫോട്ടോ എടുക്കാം. ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം. ഫോറിനേഴ്സ് വരുന്നുണ്ട്. ഹായ്, കേരളം, ഗോവ, ആന്ധ്ര, കർണാടക, ആന്ധ്രാപ്രദേശ് മറ്റ്. പുറത്ത് മാർക്കറ്റ് ചന്തകളൊക്കെ നമുക്ക് ഒന്ന് നിരങ്ങാം. ചന്ത നിരങ്ങുന്നൊക്കെ പറയില്ലേ, ഇതാണ്. തുറന്നു വരുന്നേ ഉള്ളൂ, എന്നാലും 11:15 ഓപ്പണായി രാവിലെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. മഹാത്തോബാർ ശ്രീ മുരുടേശ്വർ ടെമ്പിൾ. പെട്ട കുറച്ച് ജനങ്ങളുടെ ഏരിയ ആണ് കേട്ടോ. ബോട്ടൊക്കെ കയറ്റി വെച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ അവിടെ ഫിഷ് മാർക്കറ്റ് കണ്ടോ. ഇത്രയേ ഉള്ളൂ ഇവിടത്തേക്ക് കാര്യം കണ്ടോ. ഇവിടെ ഒന്നിനും പ്രത്യേകിച്ച് ഭയങ്കരമായ നിയന്ത്രണങ്ങളൊന്നുമില്ല സ്ഥലമല്ല, എല്ലാം ഇവിടെ അവൈലബിളാണ്. കേരളത്തിൻ്റെ ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. നാട്ടിൽ നിന്നാണ് ഒരുപാട് ആൾക്കാർ. KL 27. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാം കൂട്ടി നടക്കട്ടെ. ഏതാണ് ഹോം സ്റ്റേകൾ, 100 കണക്കിന് ഹോം സ്റ്റേകൾ, അതുപോലെ റൂം, എല്ലാ സൗകര്യമുണ്ട്. അതുകൊണ്ട് വരുന്നവർ പേടിക്കേണ്ട, ഏത് നട്ടപ്പാതിരക്കും കയറി വരാം. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ കമ്മത്തിലേക്ക് കയറുകയാണ് കേട്ടോ. രാജരാജ കമ്മത്തും ദേവരാജ കമ്മത്തും അല്ല കേട്ടോ. നമുക്കൊരു ദോശ തിന്നാൻ കൊടുത്താലോ. അപ്പോൾ നമ്മുടെ മുരുടേശ്വരം വിശേഷങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. നമ്മൾ നാട്ടിലോട്ട് തിരിക്കുകയാണ്. അപ്പോൾ
വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ടതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.